അച്ഛാ. എന്താ മകനെ? അച്ഛൻ എന്നെ അടിയന്തരമായി കാണണമെന്ന് രാജഗുരുപുത്രിയുടെ തോഴി ഇന്ദ്രജ വന്ന് അറിയിച്ചിരിക്കുന്നു. എന്തിനാണ് അച്ഛൻ എന്നെ അടിയന്തരമായി കാണണമെന്ന് പറഞ്ഞത്? അങ്ങനെ മകനെ അടിയന്തരമായി കാണേണ്ട കാര്യമുള്ളതായി അദ്ദേഹം പറഞ്ഞു കേട്ടില്ലല്ലോ. അച്ഛനിപ്പോ എവിടെയുണ്ട്? കൊട്ടാരത്തിലുണ്ടാവും. എന്നാൽ ഞാൻ കൊട്ടാരത്തിൽ പോയി അച്ഛനെ മുഖം കാണിക്കട്ടെ. മകളെ, എന്നതിന്റെ വ്യവസ്ഥ കാരണം പറയൂ മകളെ, എന്ത് സംഭവിച്ചു? രാജകുമാരൻ നിന്നെ സത്യമാണ് അച്ഛൻ. രാജകുമാരൻ എന്നെ നശിപ്പിച്ചു. മഹേന്ദ്രപുരിയുടെ അനന്തരാവകാശിയായ രാജകുമാരനെ കുറിച്ചാണോ നീ പറയുന്നത്? ഭക്തനും സദ്ഗുണ സമ്പന്നനും സാത്വിക ജന്മവുമായ രാജകുമാരനെ കുറിച്ചാണോ നീ പറയുന്നത്? നാം ഇത് വിശ്വസിക്കില്ല. ഒരു നോട്ട് കൊണ്ടുപോലും ആരെ അപമാനിക്കാത്ത കുമാരൻ അത് ചെയ്യില്ല. രാജഗുരുവായ നമ്മുടെ മകളോട് ഒരിക്കലും അത് ചെയ്യില്ല. ചെയ്യില്ലെന്നോ? ഒരേ ഒരു മകളായ കാമിനി അങ്ങയുടെ അസത്യം പറയുമെന്ന് ധരിച്ചുവോ? ഒരച്ഛനോട് മകളെ തുറന്നു പറയാൻ അറക്കുന്ന സത്യം ഉത്തരവാദിത്തപ്പെട്ട രാജകുമാരന്റെ മേൽ മകളെ കെട്ടിച്ചമച്ചു എന്ന് പറയുന്നു. അത്രയ്ക്ക് നികൃഷ്ടയാണോ അങ്ങയുടെ മകൾ? വേണ്ട, വിശ്വസിക്കണ്ട. രാജഗുരുവിന്റെ മകളുടെ ചാരിത്രത്തിന് പോലും ചാരത്തിന്റെ വിലയുള്ളൂവെങ്കിൽ എല്ലാം അവസാനിപ്പിച്ചേക്കാം. ഒരുപടി ചാരമായി തന്നെ ഒടുങ്ങിയേക്കാം. രാജഗുരു, കുമാരി പറയുന്നത് സത്യമാണ്. ആളൊഴിഞ്ഞ പ്രദേശമായ കുന്നിൻ നെറുകയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പൊട്ടിക്കരച്ചിൽ കേട്ട് ഞാൻ ഓടിച്ചെന്നു. പക്ഷേ അപ്പോഴേക്കും മദന കാമരാജൻ കുമാരിയുടെ ചാരിത്രം എപ്പോഴും മകൾക്കൊപ്പം നടക്കുന്ന നിനക്കെന്താണ് പറയാനുള്ളത്? രാജഗുരു, സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. രാജ്യത്ത് ഐശ്വര്യമുണ്ടാവാൻ മഹായാഗം നടത്തുന്ന രാജഗുരുവിന് യുവരാജാവിന്റെ സമ്മാനം. യാഗവും വേണ്ട, വിളവും വേണ്ട, സമൃദ്ധിയും വേണ്ട. ഈ രാജഗുരു ആരാണെന്ന് കാട്ടിക്കൊടുക്കുന്നുണ്ട് നാം. മാറുക. മഹാരാജൻ നീണാൾ വാഴട്ടെ. പ്രണാമം കുമാര. കുമാരൻ എന്താണ് ബോധിപ്പിക്കാനുള്ളത്? പ്രഭോ, അടിയൻ ഉടനെ വന്ന് മുഖം കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവിന്റെ ഒരു ദൂതിക വന്നിരുന്നു. കുമാരനെ അടിയന്തരമായി കാണേണ്ട ഒരാവശ്യവും നമുക്കില്ലല്ലോ. അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് നാം ആരെയും അയച്ചിട്ടുമില്ല. പക്ഷേ പ്രണാമം മഹാരാജൻ. പ്രണാമം. അടിയന് അടിയന്തരമായ ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. എന്താണ് അവിടുത്തെ ശബ്ദഭാവാദികൾക്കൊരു മാറ്റം? അതിനുള്ള കാരണം ഉണർത്തിക്കാൻ നമ്മുടെ നാവിന്റെ ശക്തിയില്ല മഹാരാജൻ. എന്നാലും ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ഞെട്ടിക്കുന്ന സത്യം ഉണർത്തിക്കാതിരിക്കാനും കഴിയുന്നില്ല. പറയൂ രാജഗുരു. നമ്മുടെ മകൾ കാമിനിക്ക് അങ്ങയുടെ മകൻ മദന കാമരാജൻ കാരണം ചരിത്രഭംഗം സംഭവിച്ചിരിക്കുന്നു. രാജഗുരു, അങ്ങ് ആദരണീയനാണ്. മഹാരാജാവും പ്രജകളും ദൈവതുല്യനായി കാണുന്നവനാണ്. നീതിയുടെയും സത്യധർമ്മങ്ങളുടെയും സമജ്ഞ സ്വരൂപമായ മദന കാമരാജനെ കുറിച്ച് അങ്ങയുടെ നാവിൽ നിന്നും ഇത്രയും ഹീനമായൊരു അസത്യ പ്രഖ്യാപനം ഈ സഭയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. വിജ്ഞാനത്തിന്റെ പാരമ്യതയിൽ നിന്നും
അങ്ങ് അജ്ഞാനത്തിന്റെ പടുകുഴിയിലേക്ക് നിപതിക്കാൻ പാടില്ലായിരുന്നു. നിർത്തു. എല്ലാത്തിനും മറുപടി പറയാൻ ബാധ്യസ്ഥരായ മഹാരാജ ഇവിടെ നിൽക്കപ്പെടോ നിന്റെ കടന്നു കയറിയുള്ള ജൽപ്പനങ്ങൾ? രാജഗുരുവിന്റെ നാവിൽ നിന്നും ഇത്ര ഹീനമായ ഒരു അസത്യ പ്രഖ്യാപനം ഈ സഭയിൽ മുഴങ്ങുമെന്ന് മഹാരാജൻ വിശ്വസിക്കുന്നുണ്ടോ? ഒരു പെൺകുട്ടി കൊടിയ അപമാനത്തിന്റെ നരകക്കുഴിയിൽ പതിക്കുന്ന ഇത്തരൊരു അപവാദം നമ്മുടെ മകളുടെ നാവിൽ നിന്നും പുറത്തു വരുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? കേൾക്കട്ടെ മഹാരാജാവിന്റെ അന്തർഗതം. തിരുമനസേ, മദന രാജകുമാരൻ ഇത്രയും നിന്ദ്യമായ ഒരു കുറ്റം ചെയ്യുമെന്ന് അടിയൻ വിശ്വസിക്കുന്നില്ല. എന്നാലും കുമാരനെ സഭയിൽ വരുത്തി വിശദമായി ചോദ്യം ചെയ്ത് നിജസ്ഥിതി ബോധ്യപ്പെടണമെന്നാണ് അടിയൻ ഉണർത്തിക്കാനുള്ളത്. നാം സ്വന്തം മകനെ സഭയിൽ വരുത്തി ചോദ്യം ചെയ്താൽ അത് രാജഗുരുവിനോടുള്ള അവിശ്വാസമാകും, ഗുരുനിന്ദയാകും. ചിലപ്പോ സ്വജനപക്ഷപാതമെന്ന് വ്യാഖ്യാനിക്കും. രാജഗുരുവിനെ നാം അന്ധമായി വിശ്വസിക്കുന്നു. നിന്ദ്യമായ കുറ്റം ചെയ്ത രാജകുമാരന്റെ മലീമസമായ കാൽപ്പാടുകൾ ഇനി ഈ രാജസഭ കളങ്കപ്പെടുത്താൻ പാടില്ല. ആ മുഖം നമുക്കിനി കാണുകയും വേണ്ട. കന്യകയുടെ ചാരിത്രം അപഹരിച്ചാൽ വധശിക്ഷയാണ് മഹേന്ദ്രപുരിയിൽ പുലരുന്ന നീതി. സ്വന്തം മകന്റെ കാര്യത്തിൽ ഒരു നീതി, മറ്റുള്ളവരുടെ കാര്യത്തിൽ മറ്റൊരു നീതി. അങ്ങനെ ഒരു പക്ഷപാത നീതിശാസ്ത്രവും ഇവിടെ പുലരാൻ പാടില്ല. ഗുരുവിന്റെ വാക്കുകളെ നാം മുഖവിലക്കെടുക്കുന്നു. ഗുരുപുത്രിയുടെ ചാരിത്രം അപഹരിച്ച മദന കാമരാജന്റെ ശിരച്ഛേദനം ചെയ്യാൻ നാം കൽപ്പിച്ചുകൊള്ളുന്നു. പൊന്നുതമ്പുരാൻ നീണാൾ വാഴട്ടെ. പൊന്നുതമ്പുരാൻ നീണാൾ വാഴട്ടെ. പൊന്നുതമ്പുരാൻ നീണാൾ വാഴട്ടെ. പൊന്നുതമ്പുരാൻ നീണാൾ വാഴട്ടെ. റാണി, പെറ്റമ്മയായ ഭവതിയുടെ നൊമ്പരം നാം അറിയുന്നു. പിതാവായ നമ്മുടെ മനസ്സിലും തീ ആളുകയാണ്. പക്ഷേ നീതിജ്ഞനായ ചക്രവർത്തിക്ക് സ്വന്തം മകന്റെ കാര്യത്തിൽ പക്ഷപാതപരമായി ചിന്തിക്കാനോ അനീതി പ്രവർത്തിക്കാനോ പാടില്ല. നമ്മുടെ മകൻ ഒരിക്കലും അങ്ങനെ ഒരു ദോഷം ചെയ്യില്ല, അബദ്ധം പ്രവർത്തിക്കില്ല. ഇതിലെന്തോ ചതിയുണ്ട് തിരുമനസ്. മകനെ വരുത്തി ചോദ്യം ചെയ്ത് സത്യാവസ്ഥ ബോധ്യപ്പെട്ടിട്ട് മതി ശിക്ഷാവിധി നടപ്പിലാക്കലൊക്കെ. മദന രാജകുമാരനെ ക്ഷണത്തിൽ രാജസന്നിധിയിൽ വരുത്തണം. വൈകിപ്പോയി റാണി. നമ്മുടെ ശിക്ഷാവിധി നടപ്പാക്കാൻ ആരാച്ചാരും ഭടന്മാരും മകനെയും കൊണ്ട് കഴുകൻ തിട്ടയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഒരു പക്ഷേ ഇപ്പോ ഗളച്ഛേദം നടന്നിട്ടുണ്ടാവും.